ദൈവനാമത്തിന് മഹത്വം. ന്യൂ ഇന്ത്യ ബൈബിൾ ചർച്ച് ഈ സൺഡേ സ്കൂളിലേക്ക് എല്ലാ കുട്ടികൾക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. കഴിഞ്ഞ ദിവസങ്ങളിലെ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുന്നു. പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾ സന്തോഷത്തോടെ പഠിച്ചു എന്നും വിശ്വസിക്കുന്നു. എല്ലാവർക്കും സന്തോഷകരമാണല്ലോ ദൈവവചനം നാം ഗ്രഹിക്കുക എന്നുള്ളത്. ലോകത്തിലെ ഏറ്റവും ഭാഗ്യകരമായ ഒരു അനുഭവമാണ്. അതുകൊണ്ട് ആയതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നല്ല ഒരു ജീവിതം ക്രിസ്തുവിൽ നയിക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഇന്ന് നാം പഠിക്കേണ്ടുന്ന പാഠം 6 ആണ്. ദൈവത്തിൻ്റെ ലക്ഷണങ്ങൾ. വായന ഭാഗം റോമർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 18 മുതൽ 32 വരെയുള്ള വാക്യങ്ങളാണ്. അനുബന്ധമായി ആവർത്തന പുസ്തകം 19-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള ഈ 2 വേദഭാഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ദൈവത്തിൻ്റെ ലക്ഷണങ്ങൾ എന്ത് എന്നെല്ലാം നിങ്ങൾക്ക് ബോധ്യമാകും. മനഃപാഠമായി നിങ്ങൾ പഠിക്കേണ്ടുന്നത് പത്രോസ് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 14, 15, 16 വാക്യങ്ങളാണ്. 3 വാക്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. 1, ദൈവത്തിന്റെ ഗുണലക്ഷണങ്ങളിൽ പ്രഥമമായി നാം കാണുന്നത് വിശുദ്ധി എന്നുള്ളതാണ്. ദൈവത്തിന്റെ വിശുദ്ധിയെ സംബന്ധിച്ചുള്ള ദർശനം ഒരു വ്യക്തിക്ക് ലഭിക്കാതിരിക്കുന്നിടത്തോളം കാലം തൻ്റെയും തൻ്റെ ചുറ്റുപാടുകളിലുമുള്ള അശുദ്ധിയെ കാണുവാനോ അതിന് പരിഹാരം കണ്ടെത്തുവാനോ കഴിയുകയില്ല. യെശയ്യാ പ്രവചനം 6-ാം അധ്യായം നാം വായിക്കുമ്പോൾ പ്രവാചക ശ്രേഷ്ഠനായ യെശയ്യാവ് തനിക്ക് ലഭിച്ച അത്യുത്തമമായ ഒരു ദൈവിക വെളിപ്പാടിനെ കുറിച്ച് പറയുന്നു. നിങ്ങൾ ആ അധ്യായം ഇപ്പോൾ തന്നെ എടുത്ത് എല്ലാവരും തുറന്നു ഒന്ന് ശ്രദ്ധിച്ചേ. ഉയർന്നും പൊങ്ങിയുമുള്ളൊരു സിംഹാസനം. ആ സിംഹാസനത്തിൽ ദൈവം ഇരിക്കുന്നു. സറാഫുകൾ ചുറ്റും നിന്ന് പറന്ന് വളരെ ഭയഭക്തി പുരസ്സരം പരസ്പരം നോക്കി സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 എന്ന് ആർത്ത് പറയുന്നു. അപ്പോൾ നാം ചിന്തിച്ചു വന്നത് ദൈവത്തിന്റെ വിശുദ്ധിയെ കുറിച്ചാണ്. ദൈവത്തിന്റെ വിശുദ്ധി ഒരു യാഥാർത്ഥ്യമാണ്. യെശയ്യാ പ്രവചനം 5-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം, സങ്കീർത്തനം 6-ന്റെ 3, 99-ന്റെ 5, ലേവ്യ പുസ്തകം 11-ന്റെ 44, 45, യോഹന്നാൻ 17-ന്റെ 1 പത്രോസ് 1-ന്റെ 15, 16, വെളിപ്പാട് 4-ന്റെ 8 എന്നീ വാക്യങ്ങളെല്ലാം നിങ്ങൾ വേദപുസ്തകം തുറന്ന് ഒന്ന് ശ്രദ്ധിച്ചേ. ഈ വാക്യങ്ങളെല്ലാം ദൈവത്തിന്റെ വിശുദ്ധിയെ കുറിച്ചാണ് പറയുന്നത്. വിശുദ്ധിയുടെ അർത്ഥം, അതിന്റെ അർത്ഥതലം വേർതിരിവ് എന്ന അർത്ഥത്തിലാണ് വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വേർതിരിവ്. അപ്പം ദൈവത്തിന് വേണ്ടിയുള്ള ഒരു വേർതിരിവിനെ നമുക്ക് വിശുദ്ധി എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കാം. അല്പം കൂടി ഇറങ്ങി പറഞ്ഞാൽ എല്ലാ മ്ലേച്ഛതകളിൽ നിന്നും സമ്പൂർണമായി അകന്ന് ദൈവത്തിൻ്റെ പദ്ധതിയോട് ചേർന്ന് നിൽക്കുന്നതിന് നമുക്ക് വിശുദ്ധി എന്ന് പറയാം.
ഇനി ദൈവത്തിന്റെ വിശുദ്ധി എങ്ങനെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് നാം ചിന്തിക്കാൻ പോകുന്നത്. ദൈവം പാപത്തെ വെറുക്കുന്നു. സദൃശവാക്യങ്ങൾ 15:9, ആവർത്തനം 25:16. ആവർത്തന പുസ്തകമൊക്കെ നിങ്ങൾ തുറന്ന് വായിച്ചു നോക്കണം. എല്ലാവരും തുറന്ന വേദപുസ്തകം, അപ്പോൾ അത് കാണാം. 1, ദൈവം പാപത്തെ വെറുക്കുന്നു. 2, ദൈവം പാപിയെ ശിക്ഷിക്കുന്നു. പുറപ്പാട് 34:7, പാപിയെ ദൈവം ശിക്ഷിക്കുന്നു. 3, പാപനിമിത്തം അശുദ്ധനായ മനുഷ്യനെ ശിക്ഷയിൽ നിന്നും വിടുവിക്കുന്നതിനും ശുദ്ധീകരിക്കുന്നതിനും പാപത്തിനുള്ള ശിക്ഷാവിധി യേശു ക്രിസ്തുവിന്മേൽ സമ്പൂർണമായി നിറവേറും. ലോകത്തിലെ ഇതര ദൈവങ്ങളിൽ നിന്നും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് നൽകിയ രക്ഷ എങ്ങനെയാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചോ? മനുഷ്യൻ പാപിയാണ്, നീ നന്മ ചെയ്യണം, പുണ്യപ്രവൃത്തി ചെയ്യണം എന്നെല്ലാം ഇതര മതങ്ങൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ ദൈവത്തിന്റെ വചനമാകുന്ന മാറ്റമില്ലാത്ത തിരുവെഴുത്താകുന്ന വേദപുസ്തകം നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തിയ ഒരു രക്ഷകന്റെ പരിപൂർണതയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ആ യേശുക്രിസ്തുവിനെ മാനദണ്ഡമാക്കി താൻ വിശുദ്ധനായിരുന്നു. നാമും യേശുക്രിസ്തുവിനെ മാതൃകയാക്കി വിശുദ്ധ ജീവിതം നയിക്കാമെന്ന് പഠിപ്പിക്കുന്നു. അപ്പൊ നാം അടുത്തായിട്ട് ദൈവം വിശുദ്ധനാകിയാൽ നാം എന്ത് ചെയ്യണം? 1, വളരെ ഭയത്തോടെ, വളരെ ഭക്തിയോടെ ദൈവത്തോട് അടുത്തിയല്ല. എല്ലാവരും ദൈവം ഭയങ്കരനാണ്, ദൈവം നീതിമാനാണ്, ദൈവം ശക്തനാണ്, നമുക്ക് ദൈവത്തോട് അടുക്കുവാൻ കഴിയില്ല എന്നൊക്കെ ഇതര മതങ്ങൾ പഠിപ്പിക്കുമ്പോൾ ഇതര മതങ്ങളെ നാം ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു, ഇവിടെ വിശ്വാസം നാം ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ ദൈവത്തിന്റെ വചനം പറയുന്നു നാം അടുത്തു ചെല്ലുക. ഒരു ഉദാഹരണം, ഞാന് ഒരു ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ്. എല്ലാവരും എന്നെ ഭയപ്പെടുന്നു. പക്ഷേ ഞാൻ എൻ്റെ വീട്ടിൽ വന്നാൽ, യൂണിഫോം വെച്ച് വീട്ടിൽ വന്നാൽ, എൻ്റെ മകനോ എൻ്റെ മകൾക്കോ എൻ്റെ ഭാര്യയ്ക്കോ എന്നെ പേടിക്കേണ്ട കാര്യമില്ല. ഞാനവരുടെ പിതാവാണ്. അതുപോലെ പാപികളെ ദൈവം ശിക്ഷിക്കുമ്പോൾ, പാപികൾ ദൈവത്തോടടുക്കുവാൻ ഭയപ്പെടുമ്പോൾ, വിശ്വാസത്താൽ വിശുദ്ധി മുഖാന്തരം ദൈവത്തോടടുത്ത നാം ദൈവത്തെ പേടിക്കേണ്ട. ദൈവം നമ്മുടെ സ്വന്തം പിതാവാണ്. 1, ഭയത്തോടെ നാം അടുത്തില്ല. 2, ദൈവത്തിന്റെ പരിശുദ്ധിയെ സംബന്ധിച്ചുള്ള ദർശനം പ്രാപിക്കുന്നതിന്റെ ഫലമായി നമ്മുടെ അശുദ്ധി മനസ്സിലാക്കി ദൈവസന്നിധിയിൽ താഴുകയും പാപങ്ങളെ ഏറ്റുപറഞ്ഞ് യേശുക്രിസ്തുവിന്റെ പരമയാഗത്താൽ ശുദ്ധീകരണം പ്രാപിക്കുകയും ചെയ്യണം. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ പരമപ്രധാനമായ വാക്യമാണ്. ഏറ്റവും നാം ഉൾക്കൊള്ളേണ്ട വാക്യമാണ്. എല്ലാവരും ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചോ, ഒന്ന് തുറന്നേ. നമ്മെ സ്നേഹിക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്ന ദൈവം വിശുദ്ധനാകിയാൽ നാം പ്രവർത്തനങ്ങളിലും വാക്കുകളിലും ചിന്തകളിലും വിശുദ്ധി പാലിക്കണം. 1 പത്രോസ് 1-ാം അധ്യായത്തിന്റെ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. അതാണല്ലോ നാം മനഃപ്പാഠമായി പഠിക്കണമെന്ന് ഞാൻ ആദ്യം പറയുകയും ചെയ്തത്. അപ്പോൾ നാം ചിന്തിച്ചു, 1, ദൈവത്തിന്റെ വിശുദ്ധി. 2, ദൈവത്തിന്റെ സ്നേഹം. ദൈവസ്നേഹം തന്നെ എന്ന് യോഹന്നാൻ തന്റെ ലേഖനത്തിൽ പറയുന്നു. എന്താണ് സ്നേഹത്തിന്റെ അർത്ഥം? ദൈവത്തിന് മാറ്റമില്ലാത്ത സ്വഭാവമാണ് സ്നേഹം. പലപ്പോഴും അതിന് ശരിയായ അർത്ഥ തലത്തിൽ നാം മനസ്സിലാക്കുന്നില്ല. ആരെ സ്നേഹിക്കുന്നുവോ ആ വ്യക്തിയുടെ നന്മ മാത്രം ലക്ഷ്യമാക്കി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ സ്നേഹം. അതിൽ സ്വാർത്ഥപരമായ യാതൊന്നും ഉണ്ടായിരിക്കുകയില്ല.
ഇത്തരത്തിലുള്ളതാണ് ദൈവത്തിന്റെ സ്നേഹം. ഇതിന് അഗാപ്പേ എന്ന വാക്കാണ് മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മാനുഷികമായ സ്നേഹം പലപ്പോഴും സ്വാർത്ഥത കലർന്നതായി കാണപ്പെടുന്നു. ഇതിന് മൂലഭാഷയിലുള്ള പദം ഇറോസ് എന്നാണ്. ഒന്നാമത്തെ പദം നാം ചിന്തിച്ചു, അഗാപ്പേ. 2 ഇറോസ്. ദൈവസ്നേഹം ഒരു യാഥാർത്ഥ്യമാണ്. 1 യോഹന്നാൻ 4:8 മുതൽ 11 വരെ നാം വായിക്കുമ്പോൾ ദൈവം സ്നേഹിക്കുന്നെന്ന് മാത്രമല്ല, താൻ സ്നേഹം തന്നെയാകുന്നു, സ്നേഹം തന്നെയാകുന്നു. സകല ധാർമ്മിക മൂല്യങ്ങളുടെയും കാതൽ സ്നേഹമാണ്. സ്നേഹം എന്താണെന്ന് നാം അറിയുന്നത് തന്നെ യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചതിനാലാണ്. 1 യോഹന്നാൻ 3:16. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്കോണം ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ ദൈവിക പദ്ധതി തന്റെ പുത്രനെ നമുക്ക് നൽകി, നമ്മെ സ്നേഹിച്ചു, നമ്മുടെ പാപത്തിന് പരിഹാരം കാൽവറി യാഗത്തിലൂടെ വരുത്തി. ദൈവസ്നേഹത്തിന് പരിധിയോ പരിമിതിയോ ഇല്ല. ദൈവം തന്റെ പുത്രനായ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുന്നു. ക്രിസ്തു ദൈവസ്നേഹത്തിന്റെ നിത്യവിഷയമാണ്. യോഹന്നാൻ 17:23-24. ദൈവസ്നേഹം എങ്ങനെ വെളിപ്പെടുത്തിയിരിക്കുന്നു അല്ലെങ്കിൽ വെളിപ്പെട്ടിരിക്കുന്നു? സ്നേഹം എന്താണെന്ന് നിർവചിക്കുവാൻ കഴിയില്ല. പലതും നമുക്ക് നിർവചിക്കാം. അത് വെളിപ്പെടുത്തുന്നത് പ്രവൃത്തിയിൽ കൂടിയാണ്. മനുഷ്യരോടുള്ള ഇടപാടുകൾ കൂടി ദൈവത്തിന്റെ സ്നേഹം വെളിപ്പെടുത്തിയിരിക്കുന്നു. പാപത്താൽ നരകത്തിയിലേക്ക് പാഞ്ഞു പോയിക്കൊണ്ടിരുന്ന മനുഷ്യവർഗത്തെ അതിന്റെ ശിക്ഷാവധിയിൽ നിന്നും ദൈവം ഒഴിവാക്കി. ശിക്ഷാവധിയിൽ നിന്ന് ഒഴിവാക്കി. എങ്ങനെ? ആ ശിക്ഷ കർത്താവ് ഏറ്റെടുത്തു. അതാണ് കാൽവറിയിലൂടെ, കാൽവറി യാഗത്തിലൂടെ നമുക്ക് കാണാം. പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് വേണ്ടി കർത്താവ് യാഗമായി, നിങ്ങളുടെ പാപത്തിന് വേണ്ടി കർത്താവ് മരിച്ചു. ആ മരണമാണ് കാൽവറിയിലെ മരണം. 1 യോഹന്നാൻ 4:9-10 വാക്യങ്ങൾ, എഫേസ്യർ 2:4-5 വാക്യങ്ങൾ, റോമർ 5-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ, 1 യോഹന്നാൻ 3:1, ഈ വാക്യങ്ങളൊക്കെ നാം ഇതിലേ കാണുന്നത്, ദൈവസ്നേഹത്തിന്റെ മഹത്വമില്ലേ കാണുന്നത്. നിങ്ങളെല്ലാവരും ആ വാക്യങ്ങളൊന്നും എടുത്തി ഒന്ന് തുറന്ന് ഒന്ന് വായിച്ചു നോക്കിയപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളല്ലേ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്. നമ്മുടെ കർത്താവ് എത്രയോ സ്നേഹസമ്പന്നനാണ്. മതങ്ങളെല്ലാം മനുഷ്യനെ ദൈവികത പറഞ്ഞ്, ആത്മീയത പറഞ്ഞ് ദൈവത്തിൽ അടുക്കുവാൻ വേണ്ടി അടുക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മെ കർത്താവിനോട് അടുപ്പിച്ചത് നമ്മെ സ്നേഹിച്ച തൻ്റെ ശരീരം നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നാണ്. ഇതാണ് ദൈവസ്നേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ക്രൂശിൽ പ്രദർശിപ്പിക്കപ്പെട്ട സ്നേഹത്തെ അറിഞ്ഞതിൽ നാം സകല ദോഷങ്ങളിൽ നിന്നും വിടുവിച്ച് സമാധാനവും സന്തോഷവും ഏറ്റെടുക്കണം. നമ്മുടെ ആത്മീകവും ഭൗതികവുമായ ആവശ്യങ്ങൾ നമ്മുടെ കർത്താവ് നിറവേറ്റി തരിക കൂടി ചെയ്യുന്ന ഒരു ദൈവമാണ്. നമ്മുടെ കർത്താവിൻ്റെ അടുക്കിലേക്ക് നാം കടന്നു വരുമ്പോൾ നമ്മുടെ ആത്മീയ ഭൗതിക ആവശ്യങ്ങൾ നമ്മുടെ കർത്താവ് നിറവേറ്റി തരുന്ന ദൈവമാണ്. റോമർ 8:31 മുതൽ 35 വരെ അവിടെ പൗലോസ് ശ്ലീഹ ഗൗരവതരമായ മനുഷ്യന്റെ ആത്മീക, ഭൗതിക, ആധ്യാത്മിക ആവശ്യങ്ങളുടെ നിവൃത്തീകരണത്തെക്കുറിച്ച് വളരെ സ്പഷ്ടമായി പറയുന്നുണ്ട്. ആവർത്തനം 32:9 മുതൽ 14 വരെയും. ഫിലിപ്പിയർ
4:4 മുതൽ 7 വരെയും ഒക്കെ ഈ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. അടുത്തത്, ദൈവം തന്റെ മക്കളോടുകൂടി എന്നേക്കും വസിക്കുന്നതിന് പരിശുദ്ധാത്മാവിനെ അയച്ചു. അതിലൂടെ തന്റെ സ്നേഹം നമുക്ക് വേണ്ടി പ്രദർശിപ്പിച്ചു. അപ്പോൾ ദൈവത്തിന്റെ പദ്ധതി ആയിരുന്നു തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയക്കുക. താനിവിടെ കടന്നു വന്നു, 3.5 വർഷം കൊണ്ട് തന്റെ പ്രവൃത്തി പദ്ധതി പൂർത്തിയാക്കി പാലിൽ നിന്നും ഫലത്തിലേക്ക് കടന്നുപോയി. വാത്സല്യ ശിശുമാരെ തിരഞ്ഞെടുത്ത് തന്റെ ദൗത്യം പഠിപ്പിച്ച് അവരെ അത് പ്രായോഗികമാക്കുവാൻ ഉപദേശിച്ചു, അന്ത്യകൽപ്പന കൊടുത്തു. എന്നിട്ട് താൻ പോകുന്നു, കർത്താവ് കടന്നു പോകുന്നു, പകരം പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയക്കുന്നു എന്നൊക്കെ ദൈവജനത്തിലൂടെ ഉറപ്പ് നൽകി. അപ്പോൾ നാം ചിന്തിച്ചു വന്ന് ദൈവം തന്റെ മക്കളോടുകൂടി എന്നേക്കും വസിക്കുന്നതിന്റെ പരിശുദ്ധാത്മാവിനെ അയച്ചു തന്നിരിക്കുന്നു. തെളിവെന്താണ്? യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 16 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. യോഹന്നാന്റെ സുവിശേഷം 16:7, റോമർ 5:5 ഈ വാക്യങ്ങളൊക്കെ ഈ കാര്യം കാണാം. അടുത്തത് ദൈവസ്നേഹം ദൈവം തന്റെ ജനത്തിന് അവരുടെ ശുദ്ധീകരണത്തിന് വേണ്ടി നൽകുന്ന ശിക്ഷയിൽ കൂടി വെളിപ്പെടുത്തുന്നു. ഒരിക്കൽ കൂടി എല്ലാവരും ശ്രദ്ധിച്ചേ. ദൈവസ്നേഹം ദൈവം തന്റെ ജനത്തിന് അവരുടെ ശുദ്ധീകരണത്തിന് വേണ്ടി നൽകുന്ന ശിക്ഷകളിൽ കൂടിയും വെളിപ്പെടുത്തുന്നു. എബ്രായർ 12:6 മുതൽ 11 വരെ ഇത് കാണുന്നു. 1 പത്രോസ് 1:7, മലാഖി 3:3. അടുത്തത്, ദൈവം തന്റെ ജനത്തിന്റെ കഷ്ടതകളിൽ കൂടിയിരുന്ന് ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്നു. ഒരമ്മ തന്റെ കുഞ്ഞിനെ മറന്നു കളഞ്ഞാലും ദൈവം തന്റെ മക്കളെ മറക്കയില്ല എന്ന് യെശയ്യാപ്രവചനം 49:13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുന്നു. അടുത്തത്, ദൈവത്തിന്റെ നീതി. എന്താണ് ദൈവത്തിന്റെ നീതി? വിശുദ്ധിയോട് ബന്ധപ്പെട്ട ഗുണമാണ് നീതി. ഞാൻ അതിനെ ഇങ്ങനെ വായിച്ചിട്ടുണ്ട്: a man to be in the right. ഒരു മനുഷ്യനെ ശരിയായ സ്ഥിതിയിൽ ആക്കുന്നതാണ് നീതീകരണം. ദൈവം നീതിയാണ്, നീതിമാനാണ്, നമ്മെ നീതീകരിക്കുന്നു. നീതി ഒരു യാഥാർത്ഥ്യമാണ്. യഹോവ തന്റെ സകല വഴികളിലും നീതിമാനും തന്റെ സകല പ്രവൃത്തിയിലും ദയാലുവാകുന്നു. സങ്കീർത്തനം 145:17. യഹോവ കൃപയും നീതിയുള്ളവനാണ്. സങ്കീർത്തനം 116:5. ശ്രദ്ധിച്ചേ, നിങ്ങൾ ശ്രദ്ധിക്കുന്നുള്ളൂ? നമ്മുടെ ദൈവമാരാണ്, നീതിമാനാണ്. നീതി വിട്ടൊന്നും ചെയ്യുന്ന ദൈവമല്ല, അനീതിക്ക് കൂട്ടുനിൽക്കുന്ന ദൈവമല്ല, അനീതിയെ പോഷിപ്പിക്കുന്നല്ല, അനീതിയെ പ്രോത്സാഹിപ്പിക്കുന്ന ദൈവമല്ല. നമ്മുടെ ദൈവം നീതിയാണ്, ശരിയായ സ്ഥിതിയിൽ നമ്മെ ആക്കുന്ന ദൈവമാണ്. ദൈവം തന്റെ നീതി പ്രവർത്തനങ്ങളിൽ കൂടി വെളിപ്പെടുത്തുന്നു എന്ന് ഞാൻ പറഞ്ഞു. രണ്ടാമത് അടുത്തായിട്ട് നീതിയെ ഇഷ്ടപ്പെടുന്നതിനാലും അതിനെ വെറുക്കുന്നതിനാലും. നീതി ഇഷ്ടപ്പെടുന്നതിനാലും അതിനെ അനീതിയെ വെറുക്കുന്നതിനാൽ. ദൈവം നീതി ഇഷ്ടപ്പെടുന്നു, അനീതിയെ വെറുക്കുന്നു. അതാ ദൈവത്തിന്റെ പ്രത്യേകത. സങ്കീർത്തനം 45:7 നാം അത് വായിക്കുന്നു. 11:5 നാം അത് വായിക്കുന്നു. പാപികൾക്ക് അവരുടെ പ്രവൃത്തികൾക്കനുസരിച്ച് ശിക്ഷ നൽകുന്നു. ഇതൊക്കെയാണ് നീതിന്യായ കോടതി എന്ന് നാം പറയാറുള്ളത്. എവിടുന്നാ ഇതിന്റെ ഉത്ഭവം? എവിടുന്നാണ് ഇതിന്റെ ആരംഭം? ദൈവവ്യവസ്ഥയിൽ നിന്നാണ്. അപ്പം ദൈവം കുറ്റവാളി ശിക്ഷിക്കപ്പെടണം ദൈവത്തിന്റെ പദ്ധതിയാണ്. അതാണ് ദൈവത്തിന്റെ നീതി. നമ്മുടെ ശിക്ഷ താൻ ഏറ്റെടുത്തു. ഇനി ഓരോരുത്തരുടെയും വിശ്വസതയ്ക്കൊത്തവണ്ണം പ്രതിഫലം കൊടുക്കുന്ന ദൈവത്തിന്റെ നീതിയാണ്. 2 തീമോഥെയോസ് 4:8, 2 തെസ്സലോനിക്കർ
1:6-7 വാക്യങ്ങൾ. ദൈവം തന്റെ വാഗ്ദത്തങ്ങൾ നിറവേറ്റുന്നു. എല്ലാം പ്രധാനപ്പെട്ടതാണ്. പരമപ്രധാനമായ കാര്യമാണ് വാഗ്ദത്തങ്ങൾ. ഈ തിരുവചനത്തിൽ ഒരുപാട് വാഗ്ദത്തങ്ങളുണ്ട്, വാഗ്ദാനങ്ങളുണ്ട്. നാം അത് വിശ്വസിക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം, അതിനെ ഏറ്റെടുക്കണം. ആ ദൈവത്തിന്റെ നീതിയാണ്. പഠിക്കുന്ന നിങ്ങളോട് ഒരുപാട് വാഗ്ദത്തങ്ങളുണ്ട്. ദൈവത്തിൽ ആശ്രയിക്കുന്ന നിങ്ങളോട് ഒരുപാട് വാഗ്ദത്തങ്ങളുണ്ട്. വാഗ്ദത്തം നാം വിശ്വസിക്കുമ്പോൾ ആ വാഗ്ദത്തം നമുക്ക് ലഭിക്കുന്നു. മക്കൾക്ക് അവകാശമുണ്ട്. നമ്മുടെ കുടുംബത്തിൽ നമുക്ക് അവകാശമുണ്ട്. ദൈവ കുടുംബത്തിലെ അംഗം ആയ നമുക്ക് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക് അവകാശമുണ്ട്. ഏറ്റവും ഒടുവിലായിട്ട് പാപി ശിക്ഷിക്കപ്പെടണം എന്ന നീതിയുടെ പ്രമാണത്തിന് ലംഘനം ഉണ്ടാകാതെ വണ്ണം മനുഷ്യവർഗത്തിന്റെ പാപം പരിഹരിക്കപ്പെടുവാൻ ദൈവം തന്നെ തന്റെ പുത്രനെ പ്രായശ്ചിത്തമായി ബലിയായി നൽകി. പ്രായശ്ചിത്തം, പെനാൽറ്റി. നമുക്കറിയാം, നിങ്ങളൊക്കെ ഫുട്ബോൾ കളിക്കുന്നവരാണ്. പെനാൽറ്റി, പിഴവിനാണ് പെനാൽറ്റി അടിക്കുന്നത്. അതുപോലെ ആ പെനാൽറ്റി, ആ ശിക്ഷ നമ്മുടെ കർത്താവ് ഏറ്റെടുത്തു. അകൃത്യമെല്ലാം യേശു ക്രിസ്തുവിന്റെ മേൽ ചുമത്തി. വിശ്വസിക്കുന്നവർക്ക് നീതീകരണം, വിടുതലും പ്രദാനം ചെയ്യുവാൻ ദൈവനീതിയുടെ വ്യക്തമായ പ്രദർശനപത്രയെ കാൽവരി കുറിച്ച് നാം കാണുന്ന ആ കാൽവറിയിലെ യാഗം. എത്ര പേർക്ക് ആ യാഗത്തിൽ വിശ്വാസമുണ്ട്? റോമർ 8:1-4 വരെ, യെശയ്യാ 53:4-6 വരെ ഇതിനെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ കൃപ നിങ്ങളോട് കൂടിയിരിക്കട്ടെ. ചില ചോദ്യങ്ങൾ കൂടി നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു. ഒന്ന്, ദൈവത്തിന്റെ ധാർമ്മിക ഗുണലക്ഷണങ്ങൾ ഏതെല്ലാം? ദൈവത്തിന്റെ വിശുദ്ധി എങ്ങനെയെല്ലാം വെളിപ്പെടുത്തിയിരിക്കുന്നു? ദൈവസ്നേഹം എന്നാൽ എന്താണ്? 4, ദൈവം തന്റെ സ്നേഹം വെളിപ്പെടുത്തിയിരിക്കുന്ന വിധങ്ങൾ ഏതെല്ലാമാണ്? 5, ദൈവം തന്റെ നീതി തന്റെ പ്രവർത്തനങ്ങളിൽ കൂടി വെളിപ്പെടുത്തുന്നു എന്ന് വേദവാക്യങ്ങൾ ഉദ്ധരിച്ച് സമർത്ഥിക്കുക. 6, ദൈവത്തിന്റെ വിശുദ്ധിയെക്കുറിച്ചുള്ള ദർശനം ലഭിച്ച പ്രവാചകൻ ആരാണ്? തനിക്കുണ്ടായ പ്രത്യേക അനുഭവങ്ങൾ ഏതെല്ലാം? 7, ദൈവത്തിന്റെ സ്വാഭാവിക ധാർമ്മിക ഗുണലക്ഷണങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഇതാണ് നാം പഠിച്ച പാഠത്തിലെ 7 ചോദ്യങ്ങൾ. ഇതിനുത്തരം നിങ്ങൾ കണ്ടെത്തണം. റഫറൻസുകൾ പറഞ്ഞ് നിങ്ങളിത് വായിക്കണം. ആരംഭ ഭാഗത്ത് യെശയ്യാവ് കണ്ട ദൈവികമായ ദർശനത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. അതൊക്കെ നിങ്ങൾ വായിക്കണം. ദിവസത്തിൽ സമയം ചിലവഴിക്കണം. ഈ ലോകത്തിൽ നാം സമ്പാദിക്കുന്നതെല്ലാം നഷ്ടമാണ്. നഷ്ടമാകാത്തൊന്ന് ദൈവവചനവും ദൈവവ്യവസ്ഥയുമാണ്. അതുകൊണ്ട് നമുക്ക് ദൈവവ്യവസ്ഥയിൽ നിൽക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. നന്മകളുണ്ടാകട്ടെ. എല്ലാവർക്കും ആശംസകൾ. ദൈവം നിങ്ങളെ